പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുരക്തത്തിന്റെ അനന്ത യോഗ്യതകൾ അവകാശപ്പെട്ടുകൊണ്ട് സ്വർഗത്തിന്റെ വലിയ വെളിപ്പെടുത്തലുകളിൽ ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെ ശുദ്ധീകരിച്ച് അവരെ പലതിൽ നിന്നും മോചിപ്പിക്കുന്ന, വിടുവിക്കുന്ന, സൗഖ്യപ്പെടുത്തുന്ന ഈ വലിയ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ കുടുംബങ്ങളെയും ഈ മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവെ അങ്ങയുടെ വലിയ കരുണ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങള്, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ ജീവിതങ്ങള് എല്ലാം അങ്ങയുടെ തിരുരക്തത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ആരാധനയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചപ്പോ ദൈവം എന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞൊരു മേഖല നമ്മുടെ മക്കളുടെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഗർഭചിത്രത്തിലൂടെ കൊല ചെയ്യപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഉദരാവസ്ഥയില് മരിച്ചുപോയ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് തിരുരക്തം അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. ഈശോയുടെ തിരുരക്തത്താല് ഈ മക്കളൊക്കെ ജ്ഞാനസ്നാനപ്പെടാനും ജ്ഞാനസ്നാനത്തിന് ശക്തി സ്വന്തമാക്കാനും, അങ്ങനെ ആ മക്കളുടെ വേദനകള്, മുറിവുകള്, നമുക്കറിയാലോ, ഗർഭചിത്രത്തിലൂടെ കൊല ചെയ്യപ്പെടുന്ന മക്കള് കീറി മുറിച്ച് വിഷം കൊടുത്ത് ഏറ്റവും സുരക്ഷിതത്വം എന്ന് പറയുന്ന സ്ഥലമാണ് ഒരു ജീവനെ സംബന്ധിച്ച് ഒരു അമ്മയുടെ ഉദരം. ആ ഉദരം ദൈവം ദാനമായിട്ട് കുഞ്ഞിന് ജനിക്കാൻ വേണ്ടി ദൈവം ഈ ലോകത്തില് ഒരുക്കിയിരിക്കുന്ന ഒരു മഹാ കൂടാരമാണ് ഒരു അമ്മയുടെ, ഒരു സ്ത്രീയുടെ ഗർഭപാത്രം. അതിലിട്ട് കൊല്ലാന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ കൊല ചെയ്യപ്പെട്ട മക്കളുടെ വേദന, മുറിവ്, നമുക്ക് ഒറ്റ വഴിയുള്ള മക്കളെ ഈശോയുടെ തിരുരക്തത്തിന്റെ ആ ഒരു മുറിവുണക്കുന്ന, സൗഖ്യം നൽകുന്ന, വീണ്ടും മാമോദീസ നൽകി ദൈവമക്കളുടെ സ്ഥാനം. നിങ്ങൾക്കറിയോ, മാമോദീസ സ്വീകരിക്കുമ്പോൾ കൊച്ചു ദൈവത്തിന്റെ കുഞ്ഞായിട്ട് മാറുന്നത്. അപ്പൊ ഉദരാവസ്ഥയിൽ വെച്ച് കൊല ചെയ്യപ്പെടുമ്പോ ഈ കുഞ്ഞിന് ലഭിക്കേണ്ട ഒരു വലിയ സ്ഥാനം മാമോദീസയിലൂടെ ദൈവത്തിന്റെ മകളും ദൈവത്തിന്റെ മകനും ആകാനുള്ള ആ വലിയ അവസരത്തെ ഒരപ്പൻ, ഒരമ്മ, ഒരു കുടുംബം നശിപ്പിച്ചു കളയാണ്. നമുക്ക് ചിന്തിക്കും വേണ്ട. ഇന്നലെ ചിന്തിച്ചപ്പോ എന്റെ മക്കളെ ഭയങ്കരമായ, ക്രൂരമായ, പൈശാചിക കൃത്യമാണ് ഗർഭചിത്രത്തിലൂടെ ഒരു ജീവനെ നമ്മൾ ചെയ്തിരിക്കുന്ന ദുഷ്ടപ്രവൃത്തി. അതോടൊപ്പം തന്നെ മനസ്സിലാക്കണം, അത് നടന്ന സ്ഥലം, ആ ഗർഭപാത്രത്തില്, ആ സ്ഥലത്ത് പിന്നീട് ജനിക്കുന്ന മക്കൾക്ക് ഒത്തിരി കുറവുണ്ടാവും, ഒത്തിരി പൈശാചിക പീഡയുണ്ടാവും, ഒത്തിരി വൈകല്യങ്ങൾ ഉണ്ടാവും, പല പല പ്രശ്നങ്ങളുണ്ടാവും. കാരണം കൊല നടന്ന സ്ഥലത്ത് പൈശാചിക ആധിപത്യമുണ്ട്, അവകാശമുണ്ട്. അവിടെ ജനിക്കുന്ന മക്കൾ ഇതൊക്കെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തി തരാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ. ഇന്ന് നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട്. എന്തുകൊണ്ട് ഈ മക്കൾ ഇങ്ങനെയൊക്കെയായി? പലതും നിങ്ങളുടെയൊക്കെ തെറ്റുണ്ട്. ചിലപ്പോ ഞാൻ പറയും, വ്യഭിചാരത്തില് ഏർപ്പെട്ട ഒരു ശരീരം, അല്ലെങ്കിൽ ഗർഭപാത്രം, അവയവം, ഇത് പിന്നീട് ചെയ്തു, പിന്നീട് കല്യാണം കഴിഞ്ഞു, അതിലും ആ സ്ഥലത്താണ് മക്കളുണ്ടാവുന്നത്, ജനിക്കുന്നത്. ആ സ്ഥലം മലിനമാണ്, ആ സ്ഥലം പാപമേഖലയാണ്, ആ സ്ഥലത്ത് പിശാചിന് അവകാശമുണ്ട്. അച്ഛൻ പറഞ്ഞ ഇതൊക്കെ നമ്മൾ കർത്താവിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ആ സ്ഥലത്തെ നമ്മൾ ദൈവകൃപയിൽ നൽകും. അതോടൊപ്പം തന്നെ അവിടെ ജനിച്ച മക്കള്, അവരിലേക്ക് വന്ന സ്വാധീനങ്ങള്, അവരിലേക്ക് ആ മക്കള് പോലും അറിയുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈശോ പറയാണ്, ഈശോയുടെ പരിശുദ്ധ രക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തില്, നമ്മുടെ പാരമ്പര്യത്തിൽ നടന്ന ഗർഭചിത്രങ്ങൾ, അപ്പൊ തന്നെ അലസിപ്പോയ, രോഗാവസ്ഥയിലേക്ക് അലസിപ്പോയ മക്കള്, ആ മക്കൾക്ക് വേണ്ടി കൂടി നമ്മൾ കർത്താവിന് തിരുരക്തം അവകാശപ്പെട്ട് തിരുരക്തത്തിലൂടെയുള്ള ജ്ഞാനസ്നാനത്തിലൂടെ ദൈവത്തിന്റെ മക്കളാക്കി ഉയർത്തപ്പെട്ട് ആ മക്കള് ആശ്വസിപ്പിക്കപ്പെടാനും കർത്താവിന് സ്വന്തം ആ മക്കള് കർത്താവിനേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാനൊക്കെ സാധിക്കട്ടെ. അപ്പം തന്നെ മക്കളെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഗർഭപാത്രം, ലൈംഗിക അവയവങ്ങള്, വ്യഭിചാരത്തിന്റെ, അവിഹിത ബന്ധത്തിന്റെ അനന്തരഫലങ്ങൾ, ഇതൊക്കെ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറയും സ്വാധീനിക്കും. അത് കാർന്നോമാരിലൂടെ വന്നതും നമ്മിലൂടെ വന്നതും ഒക്കെ നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറയെ സ്വാധീനിക്കും. അതുകൊണ്ട് ഇന്ന് ആ മേഖലകളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് വീണ്ടും വീണ്ടെടുത്ത് ഞങ്ങളുടെ ശരീരങ്ങൾ
കുടുംബങ്ങളെ, ഗർഭപാത്രങ്ങളെ, ആ സ്ഥലത്ത് ജനിച്ച മക്കളെ, അവർക്കേറ്റ മുറിവുകളെ, അവരിലേക്ക് കടന്ന പാപ ശാപ പൈശാചിക ശക്തികളെ, അവകാശങ്ങളെ യേശുവേ അങ്ങേ രക്തത്താൽ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു സൗഖ്യവും വിടുതലും സ്വാതന്ത്ര്യവും വലിയ മുറിവുണക്കുന്ന വലിയൊരു അഭിഷേകവും നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ തലമുറയ്ക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലാണ് മക്കളെ, നമ്മളുടെ മക്കളുടെ ചില പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ വന്നു? അതിന്റെ മെയിൻ ഒരു കാരണമാണ് ഇന്ന് പറഞ്ഞ ഈ മേഖല. അതുകൊണ്ട് അനുതാപത്തോടെ കുമ്പസാരിക്കേണ്ട മക്കളുണ്ടെങ്കിൽ കുമ്പസാരിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥകളൊക്കെ ശരിക്കും മനസ്സിലാക്കി ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രക്തത്തിന്റെ വലിയ അവകാശം നമുക്ക് ചോദിച്ചു വാങ്ങാം. ഇന്ന് രക്തത്തിന്റെ അവമാനം ചൊല്ലി പ്രാർത്ഥിക്കണം. ചില ആൾക്കാർ വിചാരിക്കും ചെറുപ്പത്തിലും യുവത്വത്തിലും കോളേജിൽ പഠിക്കുമ്പോഴും മറ്റ് നല്ല പ്രായത്തിലൊക്കെ അടിച്ച് പൊളിച്ച് കുത്തഴിഞ്ഞ് തോന്നിമാരൊക്കെ ജീവിക്കും. അതിനിടയ്ക്ക് ചിലപ്പോ ലൈംഗിക ബന്ധങ്ങള്, അതിനിടയ്ക്ക് ഗർഭം ഉണ്ടാവും, അത് അലസിപ്പിക്കും, നശിപ്പിക്കും. പിന്നെ എല്ലാം കഴിഞ്ഞല്ലോ, ഒന്നും കഴിയില്ല. തലമുറയെ സ്വാധീനിക്കുക. സ്ഥലം തന്നെ മലിനമായി. പിന്നെ കല്യാണം കഴിക്കുന്നു, പിന്നെ മക്കളുണ്ടാവുന്നു, പിന്നെല്ലാം ശരിയാന്ന് കഴിച്ചാൽ ഒന്നും ശരിയാവില്ല. അതിന്റെ സ്വാധീനങ്ങൾ, അതിന്റെ ശക്തികൾ, അതിന്റെ അനന്തര ഫലങ്ങൾ തലമുറകളിൽ എങ്ങനെ കെട്ടിക്കിടക്കും. അത് അവസാനിക്കണോ? കർത്താവിന്റെ പരിശുദ്ധ രക്തം കാരുണ്യവാന മക്കളെ നമ്മുടെ കർത്താവ് ആ രക്തത്തിലൂടെ വീണ്ടെടുത്ത് സൗഖ്യം നൽകി മുറിവുണക്കി തലമുറകളെ വീണ്ടെടുക്കുന്ന കർത്താവിന്റെ മഹാ കരുണ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കുക, സ്വന്തമാക്കുക, സ്വീകരിക്കുക. അങ്ങനെ നമ്മുടെ തലമുറയെ, നമ്മുടെ മക്കളെ വിടുവിച്ചെടുക്കാൻ നിങ്ങൾക്കാകട്ടെ. മാതാപിതാക്കളെ ഓർത്തുവെക്കേ, എന്തുമാത്രം തെറ്റുകൾ നമ്മുടെ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. ആത്മാർത്ഥമായി അനുദപിക്കാം, പരിഹാര പ്രവൃത്തികൾ ചെയ്യാം, രക്തത്താൽ വീണ്ടെടുക്കാം. നമ്മെ നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ കാരുണ്യവും അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ രക്ഷാകര പ്രവൃത്തിയും അതിനുവേണ്ടി അങ്ങ് ഏറ്റെടുത്ത പീഡാസഹനങ്ങളും അങ്ങ് ചിന്തിയ പരിശുദ്ധ രക്തവും ഞങ്ങൾക്ക് നൽകുന്ന സൗഖ്യത്തെയോർത്ത്, സ്വാതന്ത്ര്യത്തെയോർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഇതുപോലെ സ്നേഹിച്ചുകൊണ്ട് ഏതവസ്ഥയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കാൻ, രക്ഷിക്കാൻ, ഞങ്ങളാരും നശിച്ചു പോകാതിരിക്കാൻ ഏകജാതനെ തന്നുകൊണ്ട് ഞങ്ങളോട് കാണിച്ച ഈ വലിയ കരുണയുടെ മുമ്പില് ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. നല്ല ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, തലമുറയെ സമർപ്പിക്കുന്നു, ഗർഭസ്ഥാവസ്ഥയില് മരിച്ചുപോയ മക്കളെ സമർപ്പിക്കുന്നു, ഗർഭജത്വത്തിലൂടെ ഞങ്ങൾ കൊല ചെയ്ത മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, അതിലൂടെ ആ മക്കൾക്കേറ്റ മുറിവുകള്, അവർക്ക് ലഭിക്കാമായിരുന്ന മാമോദീസായിലൂടെയുള്ള വലിയ സ്ഥാനം, അതെല്ലാം ഞങ്ങൾ മുടക്കിയതിനടുത്ത് മാപ്പ് ചോദിക്കുമ്പോ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങേ രക്തത്താല് ആ മക്കൾക്ക് വേണ്ട മാമോദീസ നൽകി, അങ്ങേ രക്തത്താൽ തന്നെ ആ മക്കളെ അനുഗ്രഹിച്ച് വീണ്ടെടുത്ത് ദൈവമക്കളുടെ ഉന്നതമായ സ്ഥാനം ഉദാശയിലൂടെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുമായിട്ട് കടന്നു വന്ന ശാപങ്ങള്, ഗർഭത്തിൽ നടന്ന ഗർഭപാത്രങ്ങള്, വ്യഭിചാരം ചെയ്ത ഗർഭപാത്രം, ശരീര അവയവങ്ങള്, ലൈംഗിക അവയവങ്ങള്, അതിലൂടെ പിന്നീട് കർത്താവേ ഉണ്ടായ മക്കള്, ഇതെല്ലാം ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതത്തെ, ശരീരത്തെ, ഗർഭപാത്രത്തെ, അവയവങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താല് ഞങ്ങളെ മുഴുവനായി കഴുകണമേ. കർത്താവേ, ഉദരങ്ങളെ കഴുകണമേ, അവയവങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, വലിയ കൃപ നിറയ്ക്കണമേ. ഇതിലൂടെ സാത്താന് ലഭിച്ച അവകാശങ്ങള്, ആധിപത്യങ്ങള്, അധികാരങ്ങള് അവസാനിപ്പിക്കപ്പെടട്ടെ. അവിടെ ജനിച്ച മക്കൾ മുറിവേറ്റ അവസ്ഥയില് അവർക്കുണ്ടാകുന്ന ആധിപത്യങ്ങള്, അവകാശങ്ങള് യേശുവേ അങ്ങേ രക്തത്താൽ തന്നെ മക്കളെയും കഴുകി അനുഗ്രഹിക്കണമേ. പരിപൂർണമായ വിടുതൽ, പരിപൂർണമായ സൗഖ്യം, പരിപൂർണമായ വീണ്ടെടുപ്പ് കർത്താവേ ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറയ്ക്കും ഞങ്ങളുടെ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെ അങ്ങയുടെ ഈ രക്തത്തിന്റെ യോഗ്യതയാൽ ഈ മേഖലയിൽ കഴുകി വിശുദ്ധീകരിക്കണമേ. പാപശക്തികൾ, ശാപശക്തികൾ, പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ, രോഗശക്തികൾ, അതിലൂടെ കടന്നു വന്ന തടസ്സങ്ങൾ, സാത്താന് ലഭിച്ച നിയമപരമായ അവകാശങ്ങൾ അങ്ങേ രക്തത്താൽ അവസാനിക്കട്ടെ. നിന്റെ നാമത്തിൽ എല്ലാ പിശാചുക്കളും ഞങ്ങൾക്ക് കീഴ്പ്പെടട്ടെ. ഈശോയെ, ഈ മക്കളെ സമർപ്പിക്കുന്നു, കുടുംബങ്ങളെ സമർപ്പിക്കുന്നു,
ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാം അറിയുന്നു നല്ല തമ്പുരാനെ, ഞങ്ങൾക്ക് അങ്ങ് നൽകുന്ന വെളിപ്പെടുത്തലുകൾ ഓരോ മേഖലകളെ മറ്റും നന്ദി പറയുന്നു. അത് ഞങ്ങളെ സൗഖ്യപ്പെടുത്താനും ഞങ്ങളെ വീണ്ടെടുക്കാനും ഞങ്ങളെ രക്ഷിക്കാനും വേണ്ടിയാണല്ലോ. എളിമയോടെ അനുതാപത്തോടെ സ്വീകരിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യാനുസന്നതയിലെ പ്രിയപ്പെട്ട മക്കളെ, ദിവസങ്ങൾ കേട്ടത് ഇന്ന് കേട്ട മേഖലകളൊക്കെ പരിശോധിച്ച് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കഴിഞ്ഞ കാലത്തെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ മക്കളെയും തലമുറയും എല്ലാം സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച് എന്നിട്ട് കർത്താവിന്റെ രക്തത്താല് ശുദ്ധീകരിക്കപ്പെടാനും ആ രക്തത്തിന്റെ ശക്തി പ്രകടമാകാനും സൗഖ്യവും വിടുതലും സ്വാതന്ത്ര്യവും പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി വലിയ നാമത്തോടെ എളിമയോടെ പ്രാർത്ഥിക്കാൻ എൻ്റെ മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും ആപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. വലിയ അഭിഷേകമായി രക്തമൊഴുക്കി രക്തം ചിന്തിക്കൊണ്ട് കർത്താവ് ഞങ്ങളുടെ തലമുറയെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ജീവിത മേഖലകളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി രക്തത്താൽ വിശുദ്ധീകരിക്കാൻ ശരീരത്തെയും കുടുംബത്തെയും മക്കളെയും തലമുറയെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും